ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. എല്ലാവർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയായത്. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്, അപ്പോൾ അത്രയും എരിവൊന്നും കാണില്ല. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് പുരട്ടി ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കിവിടെ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാനിവിടെ കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടായതിന് ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നീളത്തിലരിഞ്ഞ ഒരു 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലോട്ട് ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് നടുവ് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും വഴറ്റിയെടുക്കാം നന്നായിട്ട്. പിന്നെ ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് നന്നായി വീണ്ടും വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കിയെല്ലാ മസാലയും ഓൾറെഡി നമ്മൾ ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതിൽ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കനും കൂടി ഇതിലോട്ടിട്ട് എല്ലാം കൂടെ വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ചിക്കനിൽ ബാക്കി വെള്ളം വന്നോളും. എന്നിട്ട് വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു പിടി കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ നല്ല സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം കുറച്ചൊന്ന് കുറുക്കിയെടുക്കാം. ആവശ്യത്തിനുണ്ടെങ്കിൽ ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.